ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ജയിൽ നോമിനേഷനിൽ ആസ് യൂഷ്വൽ എല്ലാ ആഴ്ചയിലും എല്ലാവർക്കും എടുത്തിട്ട് ചാമ്പാനുള്ള ഒരു ആയുധമായിട്ട് മാറിയിരിക്കുകയാണ് അനീഷ്. അപ്പോൾ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ 5 പേര് നോമിനേറ്റ് ചെയ്തിരിക്കുന്ന അനീഷിനെയാണ്. 7 നോമിനേഷനുമായിട്ട് ലക്ഷ്മിയുണ്ട്. അപ്പോൾ ഈ ആഴ്ച ജയിലിൽ പോകുന്നത് അനീഷ് ലക്ഷ്മിയാണെന്നുള്ള ഉറപ്പായി. ഇതിനകത്ത് അനീഷിനെക്കുറിച്ച് പല കാര്യങ്ങളും ഇവർ പറഞ്ഞതിൽ ശരിയായ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. കാരണം ഈ റിപ്പീറ്റ് ചെയ്ത് പറയുക എന്നുള്ളത് ഒരു മോശം രീതി തന്നെയാണ്. അപ്പോൾ അത് പല ഘട്ടത്തിലും അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് അനീഷ് പെട്ടെന്ന് അവിടെ തന്നെ 1-2 വട്ടം പറഞ്ഞു അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ അത് അനുസരിക്കായ്മയായിരിക്കും. രണ്ടാണെങ്കിലും അനീഷ് ഉടനെ ചെന്നിട്ട് ഇനി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അത് ആദ്യം മുതലേ നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ലക്ഷ്മിയെക്കുറിച്ച് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്, ലക്ഷ്മി കാണാത്ത കാര്യവും കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കെതിരായിട്ട് നിൽക്കുമെന്നുള്ളത്. ഇത് നമ്മൾ ആദ്യം മുതൽ കാണുന്നതാണ്. ലക്ഷ്മി വന്ന കാലം മുതൽ നമ്മൾ കാണുന്ന ആരുടെ എന്തൊരു പ്രശ്നമുണ്ടോ അതിനകത്ത് ലക്ഷ്മിക്ക് പേഴ്സണലി അവരോട് എന്തെങ്കിലും ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ അവർ ചെയ്തു എന്ന് തന്നെ അങ്ങ് പറയും. അതിനകത്തുള്ള സത്യമാണോ അല്ലയോ എന്നുള്ളത് ലക്ഷ്മിയെ ബാധിക്കുന്ന വിഷയമേ അല്ല. അവസാനം അത് കുളമാവുകയും ചെയ്യും, അത് വേറൊരു കാര്യം. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ജയിൽ നോമിനേഷനിൽ അനീഷിനെതിരായിട്ട് സംസാരിച്ച ഒരു വ്യക്തി രണ്ടുപേർക്കും ലക്ഷ്മിക്കും എതിരായിട്ട് സംസാരിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ അക്ബറാണ്. അക്ബർ ഈച്ച് ആൻഡ് എവരിതിങ് എഴ കീറി പറഞ്ഞു എന്നപോലെ. അപ്പോൾ കുറേ ആയപ്പോഴത്തേക്ക് അനീഷ് ട്രിഗറായി അതിൽ. കാരണം ഇത്രയും നേരം സംസാരിക്കേണ്ട അനീഷിനെ അങ്ങ് കുറ്റം പറയല്ലേ, അപ്പോൾ അനീഷിന് ദേഷ്യം ഉണ്ടാവുമല്ലോ. ഇത്രയും കുറ്റം പറയേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരോട് പറഞ്ഞു അത് തന്നെ പറയണം. അപ്പോൾ അനീഷ് ചേട്ടൻ അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല എന്ന് ചോദിച്ചിട്ട് എല്ലാവരും കൂടെ അതേക്കുറിച്ചും ഇങ്ങനെ സംസാരമായി. എന്തായാലും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ പ്രാവശ്യം റെക്കോർഡ് കിട്ടാൻ പോകുന്നത് ജയിലിൽ കിടന്നത് അനീഷിനായിരിക്കും. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഈ കണ്ടസ്റ്റൻ്റൊക്കെ ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അനീഷിനെ ഇങ്ങനെ ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്ത് വിടുന്ന സമയത്ത് അനീഷിന് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട്. പ്രേക്ഷകർക്കിടയിലോട്ട് ഒരു സിമ്പതി ക്രിയേറ്റ് ആവുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ അവിടുത്തെ ജയിലാണെങ്കിൽ പോലും നമ്മളും ചിന്തിക്കും, അയ്യോ കഷ്ടമായിപ്പോൾ എല്ലാ ആഴ്ചയിലും അനീഷിനെ വിടുന്നു. അതൊരു സിമ്പതിയാണ്. ആ ഒരു സിമ്പതി ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനീഷിന് അനുകൂലമായിട്ടുള്ള വോട്ടും കൂടുന്നുണ്ട്. ഇത് ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന ഈ മൈൻഡ് ഗെയിം ആണെങ്കിൽ പോലും ഈ ചിന്തിക്കാതെയാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പം നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റുകളുടെ പലരുടെയും ഒരു പെരുമാറ്റം. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് എന്തായാലും വരാം.